എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം നന്നായിട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ കോൺഫിഡൻസിന് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പുറത്തേക്കല്ല അകത്തേക്ക് തന്നെയാണ്. എൻ്റെ മനസ്സിൽ ഏത് സമയത്ത് ഏത് ടൈപ്പ് ടോക്കാണ് സംസാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മനസ്സും ബുദ്ധിയും കൂടി എന്നോട് എന്താ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ കേട്ട കാര്യങ്ങളുടെ ആധാരത്തിൽ ഞാൻ ഏത് രീതിയിലാണ് ചേണിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് എനിക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നമ്മുടെ കോൺഫിഡൻസിനെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. അഥവാ ആരെങ്കിലും എന്നോട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആധാരത്തിൽ എൻ്റെ മനസ്സെന്നോട് ആ നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ബുദ്ധി കൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെ മോശമായി നടന്ന ചിത്രങ്ങളുണ്ടോ അതിനെയൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ ആദ്യം അവിടെ ബ്ലോക്ക് ചെയ്യണം. ആയിരിക്കാം, അവർക്ക് പറ്റില്ലായിരിക്കാം, അവരെക്കൊണ്ട് സാധിക്കില്ലായിരിക്കാം, ഇവർക്കൊന്നും പറ്റിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ എന്നെക്കൊണ്ടത് പറ്റിയിരിക്കും, അതിന് വേണ്ട പ്ലാൻ എന്താ, അത് ചെയ്താൽ മതി, അതിനു വേണ്ടി ചിന്തിച്ചാൽ മതി എന്ന് സ്വയം നമുക്ക് നമ്മളോട് പറയാൻ പറ്റിയ ആ സെൽഫ് ടോക്കാണ് നമ്മുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ ഫാക്ടർ. നമ്മളെല്ലാവരും അശ്രദ്ധരാവുന്നതും ഇവിടെ തന്നെയാണ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടതും ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് അവനവൻ്റെ മുന്നിൽ ഒരു കാവൽക്കാരനെ നിർത്താൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ മണിക്കൂർ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ നമ്മൾ ട്രാഫിക് കൺട്രോൾ എന്ന് ചെയ്യാറുണ്ട്, ഒരു മണിക്കൂർ ഒരു പ്രാവശ്യം, അഥവാ ഒരു ദിവസം 5-6 തവണ ടൈം ഫിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലിപ്പോൾ എന്ത് ചിന്ത നടന്നുകൊണ്ടിരിക്കുന്നത്, ആ പോസിറ്റീവ് തോട്ട്സ് ആണോ നെഗറ്റീവ് തോട്ട്സ് ആണോ കഴിഞ്ഞതിനെക്കുറിച്ചാണോ ആണെങ്കിൽ അതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രസൻറ്റിൽ ജീവിക്കാനും നമ്മുടെ മനസ്സിൽ ആ പോസിറ്റീവ് ആയിരിക്കുന്ന എനർജീനെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടതായിരിക്കുന്ന ടൈപ്പ് ഓഫ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ, അതിനെ വിഷ്വലൈസ് ചെയ്യാൻ, അതിനെ ചാർജ് ചെയ്യാൻ വേണ്ടി ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മളൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പറയാറുണ്ട് ശുഭസ്യ ശീഘ്രം എന്ന് പറയാറുണ്ട്. ഞാൻ ഓർമ്മിക്കും, കഴിഞ്ഞ ദിവസത്തെ പരമാത്മ മഹാവാക്യത്തിൽ പഠിച്ചതായിരുന്നു ഒരു കാര്യം. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പോയിൻ്റാണ്. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്താൽ, നല്ല കാര്യങ്ങളാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്തേക്കണം. അഥവാ നിങ്ങളതിൽ ഗ്യാപ്പ് വിട്ടാൽ ഇൻ ബിറ്റ്വീനിൽ നമ്മുടെ മനസ്സിൽ തന്നെ ആ നെഗറ്റീവായിരിക്കുന്ന സങ്കല്പങ്ങളും വ്യർത്ഥസങ്കല്പങ്ങളും വരും. ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ വിചാരിച്ചു, പക്ഷെ അത്രയ്ക്ക് നിന്നെക്കൊണ്ടാവുമോ എന്ന് ചോദിക്കുകയും അതിൽ ചുരുങ്ങിയതൊരു 20% നമ്മുടെ പ്ലാനിങ്ങിൽ നിന്ന് കട്ട് ചെയ്തിട്ട് മാത്രമായിരിക്കും ആ ഒരു കാര്യത്തെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ടോ അഥവാ പ്രാക്ടിക്കലാക്കാനോ സാധിക്കുക. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഒരു പ്ലാൻ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഈ ഫിയർ ഫാക്ടറിനെ കയറി പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കാതെ അതിനെ വളരെ വേഗം നമ്മൾ നടപ്പിലാക്കാനായിട്ട് നോക്കണം. പലരും സാഹചര്യങ്ങൾ ശരിയാവട്ടെ, സമയം ശരിയാവട്ടെ, അതാവട്ടെ, ഇതാവട്ടെ, ഇവരും കൂടെ വരട്ടെ, ആ സപ്പോർട്ടും ആവട്ടെ, ഈ രീതിയിൽ കാര്യങ്ങൾ മാറ്റി വയ്ക്കാറുണ്ട്. ആ